Now, we've also had a word with a victim who has leveled those allegations against Siddiqui, has also claimed to have troubling experience with actor Riyaz Khan as well. Let's listen into her version. പണ്ട് നേരിട്ടതെന്നൊക്കെ പറഞ്ഞൊരു മാസീവ് അറ്റാക്കാണ്. പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം അബ്യൂസസ് എല്ലാവരും കൂടെ അടുത്ത കുറേ കാര്യങ്ങളുമായിട്ട് തിരിച്ചടിക്കുന്നു. ദാറ്റ് വാസ് ദ ഹാർഡസ്റ്റ് ഫേസ് ഇൻ മൈ ലൈഫ്. ലീഗലി ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് അതിനകത്ത് യാതൊരു ഫ്യൂച്ചർ സംവെയർ നിയർ ഇൻ ഫ്യൂച്ചർ ഐ വിൽ ഡെഫിനറ്റ്ലി ഗോ മേ ബി ബിക്കോസ് all I want is that kind of assurance and reassurance and validation from the state. എൻ്റെ ഫ്രണ്ട്സ് മാത്രമാണ് മേ ബി ഇൻഡിവിജ്വൽ സപ്പോർട്ട്സും ഗ്രൂപ്പ് സപ്പോർട്ട്സും എല്ലാം ഉണ്ട്. പക്ഷെ അത് നോട്ട് ഫ്രം ദ സിസ്റ്റം. ഐ ബിലീവ് ലൈക്ക് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും ഗ്രൂപ്പിലാണെങ്കിലൊക്കെ നമുക്ക് അറിയുന്ന ആൾക്കാരും ഇനിയിപ്പം അറിയാത്ത മനുഷ്യരും സ്ട്രേഞ്ചേഴ്സ് ആണെങ്കിലും ഈ കാര്യഗൗരവം മനസ്സിലാക്കുന്ന ഗുഡ് ഹ്യൂമൻ ബീങ്സ് എന്ന് തന്നെ ഞാൻ പറയും. അവരോടൊക്കെ എനിക്ക് ഈക്വൽ റെസ്പെക്ട് ഉണ്ട്. റിയാസ് ഖാനെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ ഈ സമയമാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അപ്പം അത് സംസാരിച്ചതിന് ശേഷം പ്രത്യേകിച്ച് ഒന്നും ഞാൻ കാണുന്നില്ല. ഇയാളെ പറ്റി പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഭീഷണിയോ ഇങ്ങനെയൊന്നും വന്നിട്ടില്ല. ബട്ട് ഡെഫിനറ്റ്ലി അവർ they'll plan something huge. അത് ഓൾറെഡി ഐ തിങ്ക് ഇറ്റ് സ്റ്റാർട്ടഡ്. അവിടെ എവിടെയായിട്ട് ചില കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അതെനിക്ക് വിസിബിലിറ്റി കൊടുത്തപ്പോൾ പറയണ്ട, അത്ര പോലും ഞാൻ അതിനെ മാനിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാനത് മെൻഷൻ ഔട്ട് ചെയ്യാത്തത്. പക്ഷെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കരിവാരിത്തേക്കാനുള്ള വിഷയങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫ്രം ദ സെയിം പേഴ്സൺ. ഞാനൊരു 14 പേരുടെ പേര് പുറത്തു വിട്ടിട്ടുണ്ട്. 14 പേരും അബ്യൂസസ് ആണ്, പല രീതിയിലുള്ള അബ്യൂസസ് ആണ്. അപ്പം അതിലൊരാൾ തന്നെ കഴിഞ്ഞ സെയിം തവണ ഞാനത് പറഞ്ഞപ്പോൾ ഒരു ടൂൾ ഉപയോഗിച്ച് തന്നെ നല്ല രീതിയിൽ അന്നത് എനിക്ക് ഭയങ്കരമായി എന്നെ ബാധിച്ചു. ഇന്ന് എന്നെ ബാധിക്കുന്നില്ല. കാര്യം അതിൻ്റെ അങ്ങേറ്റത്തെ പെയിനിൽ നിന്ന് ഞാൻ ലാഡർ വെച്ച് സ്വന്തമായിട്ട് വന്നതാണ്. സോ ഇതെന്നെ അല്പം പോലും ബാധിക്കില്ല. അവരിനി എന്ത് ചെയ്താലും എന്നെ കൊന്നു കളഞ്ഞാലും I have nothing to lose. I am the future that was born 100 years ago. I am the purpose that emerged with India's independence to be a force for business that makes doing good our business. Towards an independence where knowledge sets us free to think big and achieve bigger. Towards a future made perfect and be a force creating abundance. Because independence is not a moment in history, it's a never-ending path to prosperity. Aditya Birla Group, a force for good.